സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോണ്ടാക്റ്റ് നമുക്ക് എങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫോണൊക്കെ മാറ്റുകയാണെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് എങ്ങനെ നമ്മുടെ കോണ്ടാക്ട്സ് നമ്മുടെ ഗൂഗിൾ ഒരു അക്കൗണ്ടിൽ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഒട്ടും സമയം കളയേണ്ട തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇവിടെ നിങ്ങൾ ആദ്യം ഒരു ന്യൂ ടാബ് എടുക്കുക. ജസ്റ്റ് google.com എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഐക്കണിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ ഒരു ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കോണ്ടാക്ട്സ് ഇവിടെ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇവിടെ താഴെ ഇമ്പോർട്ട് പിന്നെ എക്സ്പോർട്ട് എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോണ്ടാക്റ്റ് ആപ്പ് എടുക്കുക. അതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോണ്ടാക്ട്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കോണ്ടാക്ട്സും ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അത് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇപ്പം ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫയൽ ഡൗൺലോഡ്സിൽ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ആ ഒരു കോണ്ടാക്ട്സ് VCF എന്ന ഫോർമാറ്റിൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും ഈ ഒരു ക്രോമിലേക്ക് വരിക. ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് ഫയൽ എന്ന് വരും. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത ആ ഒരു കാർഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ്സിലുണ്ട്, നിങ്ങൾക്ക് കാണാം ബി കാർഡ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇമ്പോർട്ട് ആവാൻ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ഇതിലിപ്പോൾ സപ്പോസ് 2 കോണ്ടാക്റ്റ്, ഇപ്പോൾ സെയിം കോണ്ടാക്റ്റ് അങ്ങനെ 2 പ്രാവശ്യമൊക്കെ ഇതിൽ ആഡ് ആവണമെങ്കിൽ നമുക്കത് മെറിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷൻ കൂടെ കാണാം നമുക്ക്, മെറിച്ച് ആൻഡ് ഫിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വെക്കുക എന്തായാലും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഗൂഗിൾ Gmail അക്കൗണ്ട് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്ട്സ് എല്ലാം സേവായി കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് മെർജ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് നല്ല കോണ്ടാക്ട്സ് കിടക്കുകയാണെങ്കിൽ നമുക്കത് മെർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് ഓക്കെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ നമുക്ക് പോവാം. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗൂഗിൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് കാണും കോണ്ടാക്ട് സിങ്കിങ് എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിങ്ക് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളിത് സിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു കോണ്ടാക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, കോണ്ടാക്ട്സ് ഒക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇമെയിലേക്ക് അത് ഡയറക്റ്റായിട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എപ്പോൾ ഫോണ് മാറ്റുകയാണെങ്കിൽ പോലും ആ ഒരു ജസ്റ്റ് ഒരു ഇമെയിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ എല്ലാ കോണ്ടാക്ട്സും തിരിച്ച് കിട്ടും. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലുള്ള വീഡിയോസിനായി നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.